തേൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ചടുവാണ് കൂടെ, ലാല നാസി എല്ലാവരും ഉണ്ട്. നാടൻ തേൻ വാങ്ങണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് വരണം. ഇനി ആ രംഗവും കാണാം. പോകുന്ന വഴിക്ക് ഒരു മനോഹരമായ ഒരു ഊഞ്ഞാല് കണ്ടു. ആ ഊഞ്ഞാല് കാണുമ്പോൾ ആടിയില്ലെങ്കിൽ മോശമല്ല. അതും ഇരിക്കട്ടെ. ഇനി നമുക്ക് തേനിന്റെ രംഗം കാണാം. മരം ഒടിഞ്ഞ് താഴെ വീണു ഗൈസ്. നല്ല രസമുണ്ടല്ലേ. വീണതല്ല ചേട്ടന്റെ പട്ടി. വെള്ളികുളം ഒറ്റയിട്ടുള്ള ഷാച്ചേട്ടന്റെ വീട്ടിൽ നമ്മൾ തേൻ വാങ്ങിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വൻതേനാണ്. നിങ്ങൾക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ, ചുറ്റോട്ട് എത്തുകയാണെങ്കിൽ ഷാച്ചേട്ടൻ നമ്പർ താഴെ കൊടുക്കുക. ആ നമ്പറിൽ വിളിച്ച് ഷാച്ചേട്ടനെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തേൻ വാങ്ങിക്കാവുന്നതാണ്. അതിനുശേഷം കുപ്പി നിറച്ച ശേഷം കുറച്ച് ബാലൻസ് വന്ന് ഞങ്ങൾക്ക് എല്ലാം കൊഴിച്ച് ഞങ്ങൾ ഇതേഷ്ടം കുടിക്കുകയും നല്ല ഹാപ്പി ആയിട്ടാണ് ചേട്ടനടുത്ത് യാത്ര തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വിശേഷം. തേനിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചേട്ടൻ നമ്മളോട് പറഞ്ഞു തരുന്ന രംഗവും ഒന്ന് കാണാം. മരത്തിന്റെ പൊത്തിന്ന് കല്ല് പൊത്തിന്നൊക്കെ തേനാണ്. ഏകദേശം ഒരെടുപ്പിന് എത്ര അളവ് അങ്ങനെ ഉണ്ടോ? ഏകദേശം എടുക്കുന്ന ഒരു 4 ലിറ്റർ തേന് 5 ലിറ്ററൊക്കെ കിട്ടും. അത് ഒത്തിരി പഴയതൊക്കെ ആണെങ്കിൽ ഒരു 8 ലിറ്റർ വരെ കിട്ടാം. ഇവിടെ വന്ന് നിങ്ങൾ വരെ കിട്ടാം. 8 വരെ. ഓ ശരി. അപ്പൊ ഇവിടെ വന്ന് തപ്പി അന്വേഷിച്ച് വന്നാല് സാധനം ഉണ്ട്. ഇപ്പൊ അടുത്ത വേനലായി കഴിയുമ്പോഴേ ആകുള്ളൂ. വേനലിലാണ്, അടുത്ത വേനലൊക്കെ ആകുള്ളൂ. മരത്തിന്റെ പൊത്തിന്നൊക്കെയാ. ഇത് വൻ തന്നെ. അതിന്റെ മറ്റു പേരായിരിക്കും അല്ലേ? പറയുന്നത്. അതായത് പറഞ്ഞ പിന്നെ ചെറുതാനുണ്ട്. ചെറുതാനുള്ള വ്യത്യാസം ഇതുമായിട്ട് വെയിറ്റ് കൂടുതൽ അത് ഇതിനാക്കടച്ചും കട്ടി കൂടുതലുണ്ട്. കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നത് എടുക്കുന്നതല്ലേ. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്ക്? ഇത് അങ്ങനെ പാറപ്പത്തിന്ന് മരത്തമ്പത്തിന്ന് മരമൊക്കെ വെട്ടി കൂടുതൽ മരമൊക്കെ വെട്ടിയെടുക്കുക. ഒരു പൊത്തിന്ന് 8 ലിറ്റർ വരെ കിട്ടും. 8 കിലോ ഏകദേശം 8 ലിറ്റർ വരുമായിരിക്കും. 8 ലിറ്റർ വരും. 900 ഗ്രാം ഉള്ളൂ 1 ലിറ്റർ.